ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ രേണുസുതിയുടെ ആയിരിക്കുമെന്ന് ഓർക്കും, പക്ഷെ അല്ല. ഇന്നിപ്പോ രേണുസുതിയുടെ കണ്ടന്റ് ഉണ്ട്. കാരണം കിച്ചു ഒന്നല്ല ലൈവ് ഇട്ടിട്ടുണ്ട്. എന്റെ പേരിൽ പീഡനത്തിന്റെ പരാതിയായിട്ട് അമ്മ വരാം എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടിട്ടുണ്ട്. ഏതായാലും രേണുസുതിയുടെ സബ്ജക്ട് എടുത്തെടുത്ത് ഞാൻ ആദ്യം എടുക്കാറില്ല, എന്നാലും എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും രേണുസുതിയെ വിടാൻ ഉദ്ദേശമില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് രേണുസുതിയെ വിട്ടിരിക്കുകയാണ്. രേണുസുതിയുടെ വീഡിയോ അല്ല, രഞ്ജിത്തിന്റെ വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവും. ഒരാളൊരു വലിയ രാജാവ്, മാടമ്പി എല്ലാം ആയിട്ട് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം. മനുഷ്യനൊരു നിസ്സാരനാണ്. അത്രയും വലിയ എടുത്തോ പൊങ്ങാത്ത അഹങ്കാരം എടുത്ത് തലേ വെക്കരുത്. നല്ല കലാകാരനൊക്കെയാണ് സംഭവിച്ചു. എന്നാലും മോശമായ ഒരു മാടമ്പിത്തരം എക്കാലവും വാഴുക എന്നുള്ള ഇതിനകത്ത് രഞ്ജിത്തിന്റെ തിരക്കഥയൊക്കെ നമുക്ക് വളരെ ഇഷ്ടമൊക്കെ. എന്നാലും അതിന്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ ഒരു വിലയില്ലാത്ത രീതിക്കുള്ള ചിത്രീകരണമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏതോ ഒരു പടത്തിന്റെ പേര് പറഞ്ഞു, പാർവതി നമ്പ്യാർ ആ ഒരു പെൺകുട്ടി വിജുമേനോനുമാണ്. വിജുമേനോൻ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം പറയാൻ പോകുന്ന ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു. അവസാനം ബെഡ്റൂമിൽ നടക്കേണ്ട ഒരു സീൻ, ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ നടക്കേണ്ട ഒരു സീൻ ആനയുടെ മുന്നിൽ വെച്ച് നടത്തണമെന്ന് ഉള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ പുറത്ത് പാർവതി നമ്പ്യാരാണ് നായിക. ആനയുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നത് അങ്ങനെ കണ്ടാണ് ആ സീൻ. എന്താണില്ല, ആ സീൻ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അപ്പൊ അത് എഴുതി വെച്ച ഇയാളുടെ മനസ്സിന്റെ വൈകൃതമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബെഡ്റൂമിനുള്ളിൽ നടക്കേണ്ട ഒരു പുരുഷനും സ്ത്രീയും കൂടെ നടക്കേണ്ട ഒരു സീൻ ആനയുടെ മുന്നിൽ വെച്ച്. വേറെ ഒന്നുമില്ല. ഇനി ലോകം മുഴുവൻ എല്ലായിടത്തും പോയി എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പൊ വെറൈറ്റിയാണ് ആ കാണിച്ചത്. അയാളുടെ മനസ്സിന്റെ ആ വൈകൃതമാണ്. പിന്നെ ഓരോ കഥാപാത്രം അയാൾ എഴുതി വെച്ചതിന്റെ അകത്ത് സ്ത്രീകൾക്ക് വെറും ഹക്കിംഗ് ഇൻസ്ട്രുമെന്റ് എന്നുള്ള ഒരു സ്ഥാനം, ഉപഭോഗ വസ്തു അത്ര മാത്രമേ അയാൾ കൊടുത്തിട്ടുള്ളൂ വില. പക്ഷെ ഇന്നലെ ഈ കർമ്മ എന്ന് പറയുന്ന പോലെ അയാളെ റിമാൻഡ് ചെയ്തത്, ഇത്രയും മാടമ്പിയെ റിമാൻഡ് വെറുതെ വെളിയിൽ നിർത്തി റിമാൻഡ് ചെയ്ത ജഡ്ജി ഉഷ എന്ന് പറയുന്ന ഒരു വനിതാ ജഡ്ജിയാണ്. ജഡ്ജിന്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്തിനെ. അതിന്റെ നടപടിക്രമങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മജിസ്ട്രേറ്റിന്റെ വീടാണ്. അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല, പുറത്ത് തന്നെ നിർത്തിക്കൊണ്ടുള്ള ഇപ്പോൾ ആ നടപടികൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്തും പോലീസുകാരും സബ് ജയിലിലേക്ക് സംവിധായകൻ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഹൈക്കോടതി പരിസരത്തിന് തൊട്ടടുത്തുള്ള ജയിലിലേക്കാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ മാറ്റുക. നമ്മൾ അത്യന്തം നാടകീയമായിട്ടുള്ള പല രംഗങ്ങളുമാണ് കണ്ടത്. സാധാരണ പോലീസ് പഴുതടച്ച ഇത്തരം ഒരു അന്വേഷണം നടത്തുമ്പോൾ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കുന്നതും തുടർന്നുള്ള നടപടികളിലും ആ രീതിയിൽ ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ അത് കണ്ടിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സംവിധായകൻ പല സമയങ്ങളും കണ്ടപ്പോൾ ഒരു സംതൃപ്തി തോന്നി എനിക്ക്. കാരണം ഒരു വനിതാ ജഡ്ജി ആയാല് എന്താന്ന് ചോദിച്ചാല് അയാൾക്ക് ഒരു വിലയില്ല. സ്ത്രീകളെയൊന്നും വെറുതെ അങ്ങനത്തെ ഒരു രീതിയാണ്, അല്ലാതെ ഒരു വിലയില്ല അയക്ക്. അതുകൊണ്ടാണല്ലോ ഈ കൊച്ചു പെൺകുട്ടികളെയൊക്കെ കയറി പിടിച്ചത്. അപ്പം ഇതും ഒരു കർമ്മ തന്നെയാണ്. റിമാൻഡ് ചെയ്ത ഒരു വനിതാ ജഡ്ജിയാണ്. രാജാവിനെ പോലെ ജീവിച്ച ആള് പോയി കിടക്കട്ടെന്നേ ജയിലില്ല. അങ്ങനെ ഒന്ന് കിടക്കട്ടെ. ഈ എന്താണ് ഉന്നതിയിൽ നിന്നിട്ട് താഴോട്ട് പതിക്കുമ്പോൾ ആ താഴേക്കടയിലെ അവസ്ഥയൊക്കെ എന്താണെന്നും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഭയങ്കര ധാഷ്ടിയായിരുന്നു. കഴിഞ്ഞ വർഷമേ പിടിക്കേണ്ടായിരുന്നു പോലീസ് അങ്ങനെ രക്ഷപ്പെടുത്തിയൊക്കെ വിട്ടതൊക്കെ തന്നെയാണ്. പാർട്ടിയുടേതും അതും ഒക്കെ വെച്ച് മാടമ്പി അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷേ ഈ വീഡിയോ ഒക്കെ ഇറങ്ങുമ്പോഴും ഈ ഒരു പുതിയ സംഭവം ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ വർഷം പീഡനത്തിന്റെ കേസ് വന്നപ്പോഴും എല്ലാം നമ്മുടെ കമന്റ് ബോക്സിലും എല്ലാം പറയുന്ന ഒരു സംഭവം ആലപ്പി അഷ്റഫ് പറഞ്ഞ ആ ഒരു സംഭവമാണ്. വളരെ പ്രായം ചെന്ന് ഒത്തിരി രോഗങ്ങൾക്ക്, കിഡ്നി ഒക്കെ ആയിട്ടും ഒത്തിരി രോഗങ്ങൾക്ക് ഡയാലിസിസ് വരെ ചെയ്തിരിക്കുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചെപ്പക്കുറ്റി തീർത്ത് അടിച്ചിട്ട് കറങ്ങിയടിച്ച് അദ്ദേഹം താഴെ വീണിട്ട് ചുണ്ടു പൊട്ടി ചോര വന്നിരിക്കുന്നത്. മോഹൻലാലൊക്കെ പിന്നീട് ഇങ്ങേരെ തെറി പിടിച്ചു എന്നൊക്കെ ഒരു സൈഡിൽ പറയുന്നുണ്ട്, ഒരു സൈഡിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. കാരണം ഇവരെ ഒന്നും സൂപ്പർ സ്റ്റാറുകൾ പോലും പിണക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ നിന്ന് അവരുടെ അവസരം പോകും. അതുകൊണ്ടൊക്കെ ന്യായത്തിന്റെ പുറത്ത് ന്യായമില്ല ഇയാൾ ഈ കാണിച്ചതെന്നും പറഞ്ഞ് ഇയാളെ ഒന്നും പറയാന് സൂപ്പർ സ്റ്റാറുകൾ പോലും ധൈര്യപ്പെടാറില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ കർമ്മ ശരിക്കും കേട്ടിട്ടുണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ. കഴിഞ്ഞ വർഷം തന്നെ ഒത്തിരി പേര് പറഞ്ഞിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിലിയോട് മാപ്പ് പറഞ്ഞ് പശ്ചാത്തപിക്കണം ഇയാൾ, അല്ലെ ഇയാള് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. പക്ഷെ അയാൾക്ക് അപ്പോഴും ധാർഷ്ട്യവും പണവും സമൂഹത്തിന്റെ സ്ഥാനവും എല്ലാം മണി പവർ, വിൽ പവർ എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അയാൾക്ക് താഴോട്ട് ഒരു ഇഞ്ച് പോലും ക്ഷമയോ അതെന്തുവാ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. അഹന്ത
അഹങ്കാരമുള്ള ഒരാളൊന്നും ചെയ്യല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹം അത്രയും പ്രായമുണ്ട്. അയാൾ സെറ്റിൽ വന്നാൽ തന്നെ എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്തോ ഒരു തമാശ പറഞ്ഞത് ഇയാളുടെ ധാർഷ്ട്യത്തിന് ചേരാവന്നപ്പോഴാണ് ഇയാള് തിരിച്ചടിച്ചത്. നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ അത്ര ആരോഗ്യമുള്ള ഇയാൾ എന്തൊരു ആരോഗ്യമുള്ള മനുഷ്യനാണ്, അതൊന്നും ആലോചിച്ച ഇത്രയും പൊക്കവും ഇത്രയും അയാളെ കണ്ടാ അറിയത്തില്ല, ഒരു ഉരുക്കു മനുഷ്യൻ പോലെ. ആ മനുഷ്യന്റെ ഉള്ള ശക്തിയിൽ ഇത്രയും അല്പപ്രാണിയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കർണക്കുറ്റി അടിച്ചിരുന്നാൽ താഴെ വീണ് കറങ്ങി ചത്തുപോകാൻ ഭാഗ്യം എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇയാള് ഒരു അല്പനും കൂടെ, അതായത് ഇയാൾ അടിക്കാൻ ഉദ്ദേശിക്കുമ്പോ ഇയാളെ പോലെ തന്നെ ഒരു ശക്തിയുള്ള മനുഷ്യന്റെ കർണക്കുറ്റിക്കായി ഇയാൾ അടിച്ചെങ്കിൽ ഇയാൾ മിടുക്കനാന്ന് പറയാം. ഒരു അല്പപ്രാണിയായ ഒരു മനുഷ്യൻ എന്തോ ഒരു തമാശ എപ്പോഴും പറയുന്ന പോലെ പറഞ്ഞതിന് വേണ്ടി ഇയാളുടെ സ്വഭാവം എപ്പം മാറിയിരിക്കാന്ന് നമുക്കറിയില്ലല്ലോ ആൾക്കാർക്ക്. അപ്പൊ അയാൾക്ക് അത് ഇഷ്ടമില്ലാത്തന്നെ അവന്റെ കടി അങ്ങ് ഞാൻ തീർത്തു കൊടുത്തെന്ന്. അയാൾ അടി കഴിഞ്ഞേച്ച് പിന്നീട് പറഞ്ഞു, അങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കടി ഞാൻ തീർത്തു കൊടുത്തെന്ന്. അങ്ങനെ അയാൾ പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ടേ പറയുന്നുണ്ട് ആൾക്കാർ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിലിയോട് ക്ഷമ പറയണം, പശ്ചാത്തപിക്കണം. അപ്പൊ ആലപ്പിയ ഷെർഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളെല്ലാം കേട്ടായിരിക്കും, എന്നാലും ഒന്നുകൂടെ കേൾക്കുമ്പോൾ ഒരു സുഖം. രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ, അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു. മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി. മോഹൻലാലിന്റെ ആരാധകർക്ക് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ. ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. പഴയ സ്നേഹവും പുഞ്ചിരിയുമൊക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു. പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു. ഐ ആം ദി സ്റ്റേറ്റ്, ഐ ആം ദ നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അത് ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു. രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. രഞ്ജിത്ത് പറയുന്നു, എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന്. ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. സിനിമ ചെയ്യുന്നത് ഒരു ക്രൈമായിട്ടാണ് രഞ്ജിത്ത് കാണുന്നത്. ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു. അങ്ങനെ അഹങ്കാരം തലക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത്. ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി. മൊത്തത്തിൽ കിളിപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാലത്ത് രഞ്ജിത്തിനെ ഏത് വേദിയിലേക്കും കരഘോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിനെ വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി. IFFKയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊടിച്ചിപ്പട്ടിയോടാണ്. അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ തുടങ്ങി. ആരാധകർ കൈവിട്ടു. ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു. അവരും കൈവിട്ടു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസുകൾ വന്നു. അന്നേരം ഗവൺമെന്റും അദ്ദേഹത്തെ കൈവിട്ടു. ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ
ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു. ഇന്നലെ രഞ്ജിത്ത് ഒരു വനിതാ ജഡ്ജിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് അകത്തേക്കൊന്നും കയറ്റിയില്ല. യാചകരെ പോലെ പുറത്ത് നിൽക്കേണ്ടതായിട്ട് വന്നു. ഈ മാടമ്പിക്ക് അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ ഒരു താഴ്ചയല്ലേ? താഴ്ചയിലേക്ക് പോകുന്നതുണ്ടോ? അതും ഒരു താഴ്ചയാണ്. ഒത്തിരി നോക്കിയതാണ് ഈ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒളിവിൽ പോകാനൊക്കെ. രണ്ടാമത് പറയേണ്ട ഒരു കാര്യം, ഒരു അതിശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുമായിരുന്നു രഞ്ജിത്ത് എന്നാ പറയുന്നത്. കാരണം തുടര് സിനിമയിലെ ജോർജ് സാറില്ലേ, പ്രകാശ് വർമ്മ, പുള്ളിക്കാരനെ നായകനാക്കിയിട്ട് നമ്മുടെ ബ്ലാക്ക് സിനിമയിലെ കായ്ക്കാമുറി ഷൺമുഖം എന്ന ക്യാരക്ടർ മമ്മൂട്ടി എടുത്തിട്ടില്ലേ, ആ ക്യാരക്ടർ ഒരു ഗസ്റ്റ് റോളായിട്ട് മമ്മൂട്ടിയും ഈ പടത്തിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു പടമാണ് ഇപ്പം ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ആ പടത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഈ പെൺകുട്ടിയോട് ഈ പരിപാടി ചെയ്ത്, ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറിയത് ആ സെറ്റിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാമായിരുന്നു. പക്ഷെ മിണ്ടില്ല, ഒറ്റ മനുഷ്യര് പുറത്തു പറയില്ല. കാരണം അവരുടെ അവസരം പോകുമല്ലോ. സിനിമാ ലോകം എന്ന് പറഞ്ഞാലേ ഇങ്ങനെ തന്നെയാണ്. സിനിമാ ലോകത്ത് ഈ ഹേമ കമ്മിറ്റിയല്ലേ, എന്ത് കമ്മിറ്റി വന്നിട്ടും അവിടെ ഒരു അടിച്ച് തുടച്ച് വാരിയെടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല, ക്ലീൻ ആക്കാൻ പറ്റിയിട്ടില്ല. ക്ലീൻ ആക്കാൻ പറ്റാത്തതിന്റെ കാരണം സ്ത്രീകളിലൂടെയുണ്ട്. അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്ന പരിപാടി തെക്കൂർസിയുടെ കാലം തൊട്ടുണ്ട്. അതായത് കൂടെ കിടന്നാൽ ചാൻസ് കൊടുക്കാം എന്നുള്ള ആ ഒരു രീതി, നടന്മാരുടെ ആണേലും ഡയറക്ടറെ ആണേലും പ്രൊഡ്യൂസറുടെ ആണേലും കൂടെ കിടന്നാൽ ചാൻസ് കൊടുക്കാം എന്നുള്ള ഒരു രീതിയുണ്ട്. ആ രീതിക്ക് അവരുടെ ഏതെങ്കിലും മാനേജറൊക്കെ ആയിരിക്കും സ്ത്രീകളെ സമീപിക്കുന്നത്. ഇവളുമാരവിടെ ഓക്കെ പറയാതെ അങ്ങനെ കിടന്നിട്ട് ഞങ്ങൾക്ക് ചാൻസ് വേണ്ട എന്ന് തന്റെ ഇടത്തോടെ പറയാൻ സ്ത്രീകൾ തയ്യാറാകാത്തത്രയും കാലം ഈ ഫീൽഡ് നന്നാവില്ല. ഇത് രഹസ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ പീഡനത്തിനൊക്കെ പുറത്തു പറയുന്നവരധികം പേരില്ല. ഇങ്ങനെ പോയി രഹസ്യമായിട്ട് കൂടെ കിടന്ന് ചാൻസ് മേടിക്കുന്ന സ്ത്രീകൾ സിനിമാ ലോകത്ത് കൂടുതലാണ്. ഒത്തിരി പേരുണ്ട്. ഒരു അമ്മ നടിയെ പറ്റി പറയുന്നേക്കാം, സുമാരിയാണോന്നറിയില്ല, അമ്മ നടീന്നേ പറയുന്നുള്ളൂ. ആ അമ്മ നടി പുതിയതായിട്ട് സിനിമ ലോകത്ത് വരുന്ന എല്ലാ പെൺകുട്ടികളെ ഉപദേശിക്കുന്നു, ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടെ കിടന്നു തന്നെയാണ് ചാൻസ് ഒക്കെ ഉണ്ടാക്കിയത്, അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തോ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു നടി ഉണ്ടായിരുന്നു. ഷീല ഒരിക്കൽ വെല്ലുവിളിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏത് നടിയുണ്ട് ഏതേലും ഡയറക്ടറുടെ കൂടെ കിടന്നിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഏത് നടിയുണ്ടെന്ന്? ഇപ്പൊ അല്ല ഷീലയെ വെല്ലുവിളിച്ച നേരത്തെ. അപ്പോൾ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നല്ലപോലെ ശുദ്ധികലശം നടത്തണമെങ്കിൽ സ്ത്രീകളാണ് തയ്യാറാവേണ്ടത്. കാസ്റ്റിംഗ് കൗച്ചിന് നിന്ന് കൊടുക്കാതെ ഇരിക്കാൻ ഒരു ഇതാണ്. ഇത് ഫേമസ് ആവുക, പൈസ ഉണ്ടാക്കുക, 10 പേരറിയുക, 10 പേര് ആരാധിക്കുക, ഇതൊക്കെ വരുമ്പോഴത്തേക്കിന് രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ, പാതിരാത്രിക്ക് സൂര്യൻ വെച്ചാൽ അറിയായിരുന്നു എന്താ സംഭവിക്കുമെന്ന് പറയുന്നത്. രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ ആരും അറിയില്ല എന്ന് പറയുമ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന, സ്ത്രീകളെ കുറിച്ച് പറയുന്ന മറ്റൊരു മനഃശാസ്ത്രമുണ്ട്. 4 ചുവരുകൾക്കുള്ളില് മാന്യതയ്ക്ക് കോട്ടം തട്ടില്ല, മാന്യതയ്ക്ക് കോട്ടം തട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് സ്ത്രീയും എന്തിനും തയ്യാറാവും എന്നൊരിതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തർക്കിക്കാം, അങ്ങനെ എല്ലാവരെയും അടച്ച് പറയാൻ പാടില്ല. അതാണ് നിങ്ങളുടെ ആ ഭാഗത്ത് തന്നെയാണ് ഞാൻ മനഃശാസ്ത്രജ്ഞൻ അങ്ങനെ പറയാം. പക്ഷെ എല്ലാ കാര്യവും എല്ലാവരെയും കുറിച്ച് പറയരുത്, അങ്ങനെയില്ല. എന്നാ ഒരു 60% പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കും. മാന്യതയ്ക്ക് കോട്ടവും തട്ടുന്നില്ല, ആരും അറിയുന്നില്ല എന്നൊക്കെ കണ്ടാൽ ഈ പറയുന്ന പോലെ ചാൻസും ഫേമസും പിന്നെന്താണ് പൈസയും എല്ലാം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പോകും. അപ്പൊ സ്ത്രീകൾ വേണം ഈ ഫീൽഡിൽ ഇങ്ങനെ ഞങ്ങൾ ആരുടെയും കൂടെ പോയി കിടന്ന് ഞങ്ങൾക്ക് ചാൻസ് വേണ്ട എന്ന് നിശ്ചയിക്കുകയാണ് ഈ ചോദ്യം അവിടെ അവസാനിക്കും. അല്ലാതെ പുരുഷന്മാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഏതായാലും ഈ പെൺകുട്ടി പീഡനമായിട്ട് 2 മാസം കഴിഞ്ഞാണെങ്കിലും മുന്നോട്ട് വന്നപ്പം കുറെ കർമ്മ നടപ്പിലാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പെൺകുട്ടി ഒരു നിമിത്തമേ ആയിട്ടുള്ളൂ. ഈ ഒടുവിലുണ്ണികൃഷ്ണന് അന്ന് അദ്ദേഹം മരിച്ചു പോയാലും അന്ന് കിട്ടിയ അടിയുടെ ആ ഒരു പ്രകമ്പനം എന്താണ്, അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് പോയിട്ടില്ല, തിരിച്ചു കിട്ടണ്ടേ. ശരിക്കും പറഞ്ഞാൽ ജയിലിലോട്ട് കയറുമ്പോൾ നടയടി ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇങ്ങനെ റിമാൻഡ് ചെയ്യുന്നവരെയൊന്നും അടിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. എവിടുന്നേലും അതുകൂടെയൊക്കെ കിട്ടണം, എന്നാലേ ഒരു ശരിയാവത്തുള്ളൂ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.